നമസ്കാരം. നമ്മൾ ചില ആളുകളെ കുറിച്ചൊക്കെ പറയും, സ്വന്തം ജീവൻ വേണമെങ്കിലും പണയപ്പെടുത്തി മറ്റുള്ളവരെ രക്ഷിക്കുന്നവർ എന്ന്. ഇത്തരത്തിലുള്ള ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് ഒരു നിഷേധിക്കാനാവാത്ത സത്യമാണ്. ഒരുപക്ഷെ പലരും പറയാറുണ്ട്, നമ്മുടെ ഭൂമിയിൽ നല്ലവരുടെ കാലം കഴിഞ്ഞിരിക്കുന്നു, ഇവിടെ എല്ലാം മോശക്കാരാണ് എന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള എത്രയോ നന്മയുള്ള മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. സഹജീവികൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും ബലി കഴിക്കുന്ന ചില മനുഷ്യർ. വയനാട്ടിൽ അത്തരം നിരവധി കാഴ്ചകളുണ്ട്, നിരവധി വ്യക്തികളുണ്ട്. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് വയനാട്ടിലെ അത്തരത്തിലുള്ള ഒരു മനുഷ്യനെക്കുറിച്ച് പരാമർശമുള്ളത്. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമില്ല. സഹജീവികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ അദ്ദേഹത്തിന് സ്വന്തം ജീവൻ തന്നെയാണ് ബലി നൽകേണ്ടി വന്നത്. വയനാട്ടിലെ മുണ്ടക്കൈ സ്വദേശിയായ പ്രജേഷ് എന്ന വ്യക്തിയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ ഒരു പരാമർശം ഉണ്ടായത്. മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മലയിൽ കുടുങ്ങിയവരെ സ്വന്തം ജീപ്പിൽ 2 തവണയായി പ്രജീഷ് രക്ഷപ്പെടുത്തിയിരുന്നു. മൂന്നാമതും ആളുകളെ രക്ഷപ്പെടുത്തുന്നതിനായി എത്തിയപ്പോൾ പ്രജീഷിൻ്റെ ജീവനും ദുരന്തം കവരുകയായിരുന്നു. പ്രജീഷിനെ കുറിച്ച് ജംഷിദ് പള്ളിപ്പുറം എന്നയാൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധേയമാകുന്നത്. നമുക്ക് ആ കുറിപ്പ് ഒന്ന് നോക്കാം. സൂപ്പർ ഹീറോ സിനിമകൾ കാണുന്നവരാണ് നമ്മൾ. സ്പൈഡർമാനും ബാറ്റ്മാനും സൂപ്പർമാനും അടക്കം കണ്ടവർ. ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ അവരെത്തും, ആ പ്രദേശത്തെ മനുഷ്യരെ രക്ഷിക്കും. മുണ്ടക്കൈയിൽ അങ്ങനെ ഒരു സൂപ്പർമാനുണ്ട്, പേര് പ്രജീഷ്. ഉരുൾപൊട്ടലുണ്ടായ ആദ്യ നിമിഷം തന്നെ ആളുകളെ രക്ഷിക്കാൻ പ്രജീഷ് ജീപ്പുമായി ഇറങ്ങി. നിരവധി ആളുകളെ രക്ഷിച്ചു. ആദ്യ 2 തവണ മല കയറി വന്നു, ആളുകളെ സുരക്ഷിത സ്ഥലത്താക്കി. പിന്നെയും ആളുകൾ മലയുടെ മുകളിൽ സഹായം കാത്ത് പരിഭ്രമിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ അവിടെ തനിച്ചാക്കി മനസമാധാനത്തോടെ ഉറങ്ങാൻ ചിലപ്പോൾ പ്രജീഷിന് ആവില്ലായിരിക്കാം. രക്ഷാപ്രവർത്തനത്തിനായി 3ാമതും മലയുടെ മുകളിലേക്ക് പോകുമ്പോൾ സുഹൃത്തുക്കൾ തടഞ്ഞു. സുഹൃത്തുക്കളോട് അയാൾ പറഞ്ഞു, മലയുടെ മുകളിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് വാസുവേട്ട, എന്നെ തടയരുത്, ഞാൻ എന്തായാലും പോകും. പ്രജീഷ് പിന്നെയും ജീപ്പുമായി മല കയറി ആളുകളെ ജീപ്പിൽ കയറ്റി. ചൂരൽമല പാലത്തിനടുത്ത് എത്താൻ കഴിഞ്ഞില്ല. തിരിച്ചു വരുമ്പോൾ ആ ജീപ്പടക്കം മണ്ണും വെള്ളവും കൊണ്ടുപോയി. അയാൾ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു. അയാളുടെ വേഷം സൂപ്പർ ഹീറോയുടേതായിരുന്നില്ല. അയാൾക്ക് അസാമാന്യമായ കഴിവുകളും ഉണ്ടായിരുന്നില്ല. ചില മനുഷ്യർ അങ്ങനെയാണ്. ദുരിതപ്രദേശങ്ങളിൽ അവർ അവതരിക്കും. അവരുടെ ജീവനേക്കാൾ അവരൻ്റെ ജീവന് വില നൽകും. അങ്ങനെ അവർ ഹീറോ ആയി മാറും പ്രജീഷ്. എത്ര ഹൃദയസ്പർശിയാണ് ഈ കുറിപ്പ്. നമ്മളിൽ പലരും ഒരുപക്ഷെ വയനാട്ടിൽ നിന്നൊക്കെ അകലെ മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിൽ ജീവിക്കുന്നവർ അല്ലെങ്കിൽ നഗരങ്ങളിൽ ജീവിക്കുന്നവരൊക്കെ മനസ്സിലാക്കേണ്ട ഒന്നാണ് ഇത്തരത്തിലുള്ള വ്യക്തികളെക്കുറിച്ച്. പലപ്പോഴും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇത്തരം ആളുകളെ നമുക്ക് ഇന്നും കാണാൻ കഴിയും. സ്വന്തം ജീവൻ പോലും അവഗണിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗത്തിനിറങ്ങുന്ന സ്നേഹസമ്പന്നരായ ത്യാഗധനരായ മനുഷ്യർ. ഇവരെ ഇത്തരത്തിലെങ്കിലും നമ്മൾ ഓർത്തില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എങ്ങനെയാണ് മനുഷ്യരാവുക? ഏതായാലും ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ കുറിപ്പിട്ട ജംഷിദിനും നമുക്ക് പ്രത്യേകം നന്ദി പറയണം. ഒപ്പം ഇതുപോലെയുള്ള മനുഷ്യർ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നു.